ഡയറക്ടറേറ്റ് വീണ്ടും കോഴിക്കോട്ടേക്കും തിരുവനന്തപുരത്തേക്കും ഒക്കെ ഇരച്ചെത്തുമ്പോൾ നമുക്കറിയാനുള്ളത് എന്ന് ഇവന്മാരെയൊക്കെ തൂക്കിയെടുത്തോണ്ട് പോകും എന്നാണ്. എക്സാലോജിക് എന്ന IT കമ്പനിക്ക് പുറമെ ED അന്വേഷണത്തിൽ പുറത്തു വന്ന ലേക്കർ ഇന്ത്യ എന്ന രഹസ്യ അക്കൗണ്ടിന്റെ സത്യം എന്താണ്? കോഴിക്കോട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിലെയും യൂത്ത് സംഘടനകളിലെയും ഉന്നത നേതാക്കളുടെ വീടുകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചത് എന്തുകൊണ്ടാണ്? ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് കേവലം വാർത്തകളൊന്നുമല്ല. SFIO, ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് കമ്മീഷൻ, ED അടക്കമുള്ള ഏജൻസികൾ കോടതികളിൽ സമർപ്പിച്ച ഔദ്യോഗിക രേഖകളുടെയും കൃത്യമായ കണക്കുകളുടെയും അടിസ്ഥാനത്തിലുള്ള ഒരു വിശകലനം തന്നെയാണ്. കേരളത്തിൽ ED നടത്തുന്ന 3ാം ഘട്ട പരിശോധനയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ ഘട്ടത്തിൽ അന്വേഷണ സംഘം ലക്ഷ്യമിട്ടത് കോഴിക്കോട്ടെ പ്രമുഖ വ്യക്തികളുടെയും ഉദ്യോഗസ്ഥരുടെയും താവളങ്ങളാണ്. കേന്ദ്ര സുരക്ഷാ സേനയുടെ തോക്കുധാരികളായ ഭടന്മാരുടെ അകമ്പടിയോടെയാണ് ED അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം അതിരാവിലെ വീടുകളിലേക്ക് പാഞ്ഞെത്തിയത്. ആരുടെയൊക്കെ വീടുകളിലാണ് പരിശോധന നടന്നത് എന്ന് ഞാൻ ആദ്യം വ്യക്തമാക്കാം. ഒന്നാമത് N. നന്ദുലാൽ, കോഴിക്കോട് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ അഥവാ DTPC ഡെസ്റ്റിനേഷൻ കോർഡിനേറ്ററാണ്. രണ്ടാമത് P. നിഖിൽ, DYFI ജില്ലാ ഭാരവാഹിയും CPM നേതാവും. 3 മറ്റ് ബിനാമി സാമ്പത്തിക ബന്ധങ്ങൾ. വീണ വിജയന്റെ ഭർത്താവും മുൻ മന്ത്രിയുമായ PA മുഹമ്മദ് റിയാസുമായി അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തികളിലേക്ക് പണത്തിന്റെ ഉറവിടം ചെന്നെത്തുന്നുണ്ടോ എന്നാണ് ED പ്രധാനമായിട്ടും പരിശോധിക്കുന്നത്. പണം എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോയി എന്ന് ചോദിക്കുമ്പോൾ വീണ വിജയന്റെ ബിനാമി ഇടപാടുകളിൽ ഇവർക്ക് പങ്കുണ്ടോ? കഴിഞ്ഞ മെയ് മാസത്തിൽ തിരുവനന്തപുരത്ത് നടന്ന ആദ്യഘട്ട റെയ്ഡിൽ നിന്ന് ശേഖരിച്ച ഫോൺ രേഖകൾ, ഡിജിറ്റൽ തെളിവുകൾ, ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഈ പുതിയ നീക്കം. എന്താണ് യഥാർത്ഥത്തിൽ ഈ മാസപ്പടി കേസ്? സാധാരണക്കാർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന രീതിയിൽ ഞാൻ ഇതൊന്ന് ചുരുക്കി പറയാം. എക്സലോജിക് എന്ന പേഴ്സണൽ കമ്പനിക്ക് സ്വന്തമായി സോഫ്റ്റ്വെയർ വികസിപ്പിക്കാനുള്ള ശേഷിയോ ജീവനക്കാരോ ഉണ്ടായിരുന്നില്ല. അതേസമയം സമാന IT സേവനങ്ങൾക്ക് വേണ്ടി CMRൽ ATNA ടെക്നോളജീസ് എന്ന മറ്റൊരു കമ്പനിയെ വളരെ കുറഞ്ഞ ചെലവിൽ ചുമതലപ്പെടുത്തിയിരുന്നു താനും. ED കോടതിയിൽ വ്യക്തമാക്കിയതനുസരിച്ച് CMRൽ മുൻ മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്ത നൽകിയ മൊഴിയിൽ പറയുന്നത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള വ്യക്തിപരമായ ബന്ധം കാരണമാണ് ഈ പണം മകൾ വീണയ്ക്ക് നൽകിയത് എന്നാണ്. അതായത് ബിസിനസ് സേവനത്തിന് പകരം നൽകിയ തുകയല്ല ഇത്, മറിച്ച് ഭരണ സ്വാധീനത്തിന് പകരമായി നൽകിയ പണമാണെന്നാണ് EDയുടെ പ്രൈമ ഫേസി നിഗമനം. ഈ കേസിൽ ഏറ്റവും ഞെട്ടിക്കുന്ന മറ്റൊരു വശം എന്താണെന്നാൽ 2.78 കോടി രൂപ എന്നത് ഒരു വലിയ മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് എന്നതാണ്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എറണാകുളം കോടതിയിൽ നൽകിയ കുറ്റപത്രത്തിൽ വിപ്ലവകരമായ ചില വിവരങ്ങളുണ്ട്. 182 കോടിയുടെ കള്ളപ്പണ ഇടപാട്, അതായത് കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ CMRൽ കമ്പനി തങ്ങളുടെ കണക്ക് പുസ്തകത്തിൽ വ്യാജ ചെലവുകൾ കാണിച്ചു. അതുപോലെ തന്നെ സ്ലഡ്ജ് ഹാൻഡ്ലിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസസ് എന്ന പേരിൽ സ്വയം ഉണ്ടാക്കിയ വ്യാജ വൗച്ചറുകൾ വഴി കോടിക്കണക്കിന് രൂപ പണമായി പിൻവലിച്ചു. തീർന്നില്ല, പരിചയക്കാരായ വെണ്ടർമാർക്ക് ഇൻവോയ്സ് തുക കൂട്ടി നൽകി അവരിൽ നിന്നും പണം ക്യാഷായി തിരിച്ചെടുത്ത് രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കും കൈക്കൂലിയായി നൽകി. ഇത്തരത്തിൽ സൃഷ്ടിക്കപ്പെട്ട അനധികൃത സാമ്പത്തിക സ്രോതസ്സിൽ നിന്നാണ് വീണ വിജയന്റെ അക്കൗണ്ടിലേക്കും പണം എത്തിയത് എന്നാണ് അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ. മിക്ക ആളുകൾക്കും അറിയാവുന്നത് എക്സാലോജിക് സൊല്യൂഷൻസിനെ കുറിച്ച് മാത്രമാണ്. എന്നാൽ വീണ വിജയനുമായി ബന്ധപ്പെട്ട മറ്റൊരു സ്ഥാപനമായ ലേക്കർ ഇന്ത്യയുടെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന 15 ലക്ഷത്തിലധികം തുക ED മരവിപ്പിച്ചു. കേരളത്തിലുടനീളമുള്ള 242ഓളം ബാങ്ക് അക്കൗണ്ടുകളിലായി ഏകദേശം 18.36 കോടി രൂപയാണ് ഇതുവരെ ഈ കേസുമായി ബന്ധപ്പെട്ട് ED ഫ്രീസ് ചെയ്തിട്ടുള്ളത്. തിരുവനന്തപുരത്ത് ക്ലിഫ് ഹൗസിന് സമീപമുള്ള വസതിയിലും മറ്റുമായി നടപ്പിലാക്കിയ മിന്നൽ പരിശോധനയിൽ ഐഫോണുകൾ, ഹാർഡ് ഡിസ്കുകൾ, പ്രധാനപ്പെട്ട രേഖകൾ അടങ്ങിയ ഡയറികൾ എന്നിവയെല്ലാം ED പിടിച്ചെടുത്തിരുന്നു. ഇതിൽ നിന്നാണ് ഈ വൻ സാമ്പത്തിക ശൃംഖലയുടെ വേരുകൾ പുറത്തു വന്നത്. പ്രതിരോധിക്കാൻ ശ്രമിച്ച CPMനും പിണറായി വിജയനും അടുത്തടുത്ത ദിവസങ്ങളിൽ വലിയ നിയമപരമായ തിരിച്ചടികളൊക്കെയാണ് നേരിടേണ്ടി വന്നത്. ഇതിലെ ഹൈക്കോടതിയുടെ വിധി നമ്മൾ നോക്കുമ്പോൾ PMLA അഥവാ കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം ED നടത്തുന്ന അന്വേഷണത്തിന് തടയിടാൻ CMRൽ നൽകിയ ഹർജി കേരള ഹൈക്കോടതി തള്ളുകയാണ് ചെയ്തത്. അതുപോലെ SFIO കോടതിയിൽ ഔദ്യോഗിക കുറ്റപത്രം നൽകിയതോടെ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം EDക്ക് മുൻപോട്ട് പോകാൻ പൂർണ്ണ നിയമസാധുത ലഭിച്ചു. അതുപോലെ തന്നെ കോർപ്പറേറ്റ് തട്ടിപ്പുകൾ കൈകാര്യം ചെയ്യുന്ന അതീവ ഗുരുതരമായ വകുപ്പാണിത്. 6 മാസം മുതൽ 10 വർഷം വരെ തടവും ലക്ഷക്കണക്കിന് രൂപ പിഴയും ലഭിക്കാവുന്ന വകുപ്പാണിത്. അപ്പോൾ ഈ ഘട്ടത്തിലാണ് പ്രതിപക്ഷ നേതാക്കൾ അടക്കമുള്ളവർ വിഷയം സഭയിലും തെരുവിലും വലിയ രീതിയിൽ ന്യായീകരിക്കുന്നത്. ഭരണം നഷ്ടപ്പെട്ട
ഒറ്റപ്പെട്ട അവസ്ഥയിലും ഏജൻസികളുടെ വല മുറുകിയപ്പോഴും എല്ലാം തന്നെ നേതാക്കളുടെ പെരുമാറ്റത്തിലുണ്ടായ മാറ്റങ്ങളെ ട്രോളന്മാരും സോഷ്യൽ മീഡിയയും ആഘോഷിക്കുകയാണ്. കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ED ഈ കേസിൽ ഇപ്പോൾ നിൽക്കുന്നത് കുറ്റപത്രം സമർപ്പിക്കുന്നതിന്റെ അവസാന ഘട്ടത്തിലാണ്. എക്സാലോജിക്കിന്റെ സാമ്പത്തിക ഇടപാടുകൾ CMRL നിന്നും ഒഴുകി കോടിക്കണക്കിന് രൂപയുടെ സ്രോതസ്, അതിൽ കേരളത്തിലെ ഉന്നത രാഷ്ട്രീയ കുടുംബത്തിനുള്ള പങ്ക്, ഇവയെല്ലാം തെളിവ് സഹിതം പുറത്തു വരുമ്പോൾ കേരള രാഷ്ട്രീയം വരും ദിവസങ്ങളിൽ കൂടുതൽ ഇനിയും ചൂടുപിടിക്കുമെന്ന കാര്യത്തിൽ എന്തായാലും സംശയം ഒന്നും വേണ്ട. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക കോർപ്പറേറ്റ് അന്വേഷണങ്ങളിൽ ഒന്നായി ഈ മാസപ്പടി കേസ് മാറുമ്പോൾ വരും ദിവസങ്ങളിൽ അത് സൃഷ്ടിക്കാൻ പോകുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളെല്ലാം അതീവ ഗുരുതരമാണ്. പ്രതിപക്ഷ നേതാവും അദ്ദേഹത്തിന്റെ മകളും എന്ന് അഴിയെണ്ണാൻ തുടങ്ങും. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൈവശപ്പെടുത്തിയ നിർണായക ഡിജിറ്റൽ തെളിവുകളും കമ്പനി കാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് തിരുവനന്തപുരം, ബാംഗ്ലൂരു, കൊച്ചി കേന്ദ്രങ്ങളിൽ നിന്നും ശേഖരിച്ച ബാങ്ക് പണമിടപാട് രേഖകളും സാമ്പത്തിക തട്ടിപ്പിന്റെ വ്യാപ്തി കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്നുണ്ട്. ഈ കേസ് കേവലം 2 കമ്പനികൾ തമ്മിലുള്ള സാമ്പത്തിക വിനിമയം മാത്രമല്ല എന്ന നിഗമനത്തിലാണ് ഏജൻസികൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഒരു വശത്ത് മൈനിങ് കമ്പനിയായ CMRLന് വൻതോതിൽ സർക്കാർ തലത്തിലുള്ള ഇളവുകളും അനുമതികളും ലഭിക്കുമ്പോൾ മറുവശത്ത് പ്രതിപക്ഷ നേതാവിന്റെ കുടുംബത്തിലേക്ക് പ്രതിമാസം ലക്ഷക്കണക്കിന് രൂപ ഒഴുകിയതായി എന്നതാണ് പ്രോസിക്യൂഷൻ ഉയർത്തുന്ന പ്രധാനപ്പെട്ട വാദം. പൊതുപ്രവർത്തകർ തങ്ങളുടെ പദവി ദുരുപയോഗം ചെയ്ത് അഴിമതി നിരോധന നിയമത്തിലെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് സെക്ഷൻ 7, 13 എന്നിവയ്ക്ക് വിധേയമാകുന്ന കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളായോ എന്ന് അന്വേഷിക്കേണ്ടത് നിയമപരമായ അനിവാര്യതയാണെന്ന നിയമവിദഗ്ധരും എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അന്വേഷണ ഏജൻസികളുടെ ഈ അതിവേഗ നീക്കങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ഇപ്പോൾ പ്രതിപക്ഷവും CPM നിരന്തരം ഉയർത്തുന്നുമുണ്ട്. തിരഞ്ഞെടുപ്പ് കാലങ്ങളിലോ അല്ലെങ്കിൽ രാഷ്ട്രീയമായി പൊരുതുമ്പോഴോ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ നിരയെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന വാദം കേരളത്തിൽ അവർ സജീവമായി ഉന്നയിക്കുന്നു. എന്നാൽ കർണാടക ഹൈക്കോടതിയും കേരള ഹൈക്കോടതിയും ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ട് ശരിവെച്ചതും ED അന്വേഷണം തടയണമെന്ന ആവശ്യങ്ങൾ തള്ളിയതും കേസിന് ശക്തമായ നിയമ അടിത്തറ തന്നെയാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ കേവലം രാഷ്ട്രീയ പ്രതികാരമായി ഒന്നും ചിത്രീകരിച്ചൊഴിഞ്ഞു മാറാൻ ഇനി ആർക്കും സാങ്കേതികമായി ഒന്നും സാധിക്കില്ല. സുതാര്യമായ ഭരണവും സീറോ ടോളറൻസ് ടു കറപ്ഷൻ എന്ന നിയമവും ഉറപ്പു നൽകിയ ഒരു സർക്കാരിന് സ്വന്തം മകളുടെ അക്കൗണ്ടിലേക്ക് വന്ന ഈ ഒരു അവിഹിത തുകയെക്കുറിച്ച് കൃത്യമായ വിശദീകരണം നൽകാൻ സാധിക്കാത്തത് ഒരു തിരിച്ചടി തന്നെയാണ്. ഭരണം മാറി ഇപ്പോൾ പ്രതിപക്ഷത്തായാൽ പോലും ന്യായീകരിക്കാൻ സാധിക്കില്ല. ഒരു സാധാരണ തുടക്കക്കാരായ IT കമ്പനിക്ക് ലഭിക്കാത്ത എന്ത് പ്രത്യേക ആനുകൂല്യമാണ് എക്സാലോജിക്കിനുള്ളത്? സോഫ്റ്റ്വെയർ സേവനങ്ങൾ നൽകിയിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഈ പണം തിരികെ നൽകിയില്ല? ബിനാമി പേരുകളിലും വ്യാജ ചെലവുകളുടെ പേരിലും പണം മാറ്റാൻ കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ എന്തുകൊണ്ട് നടപടിയൊന്നും എടുത്തില്ല? അപ്പോൾ ഈ ചോദ്യങ്ങൾക്കൊന്നും ഇതുവരെ കൃത്യമായ ഉത്തരം നൽകാൻ നമ്മുടെ പ്രതിപക്ഷത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. പ്രതിപക്ഷ തലവനും സാധിച്ചിട്ടില്ല. യന്ത്രത്തോക്കുകളേന്തി ED ഉദ്യോഗസ്ഥർ പാർട്ടി നേതാക്കളുടെയും ഉദ്യോഗസ്ഥരുടെയും പടിവാതിലെത്തി മുട്ടുമ്പോൾ വരും ദിവസങ്ങളിൽ അറസ്റ്റ് നടപടികളിലേക്ക് അന്വേഷണം കടക്കുമോ, അതോ വീണ്ടും തെളിവെടുപ്പുകൾ തുടരുമോ, അതോ ഇനിയും ഇത് നീണ്ടു പോകുമോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്. നിങ്ങളും ഞാനും ഒരുപോലെ കാത്തിരിക്കുന്ന ആ അറസ്റ്റ് ദിവസത്തിലേക്ക് നമുക്ക് എന്ത് തന്നെയായാലും കാര്യമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.